ഇന്നത്തെ ഈ സ്പെഷ്യൽ മാംഗോ റൈസ് വളരെയധികം ടേസ്റ്റിയാണ്. ഇത് ഞാനിന്ന് ഉച്ചയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പപ്പടം, പിന്നെ നല്ല ഉരുളക്കിഴങ്ങ് എരിവിട്ട പൊട്ടാറ്റോ ഫ്രൈ ഓർ മെഴുക്ക് പുരട്ടി, തൈര്, പ്ലെയിൻ തൈരായാലും നന്നായിരിക്കും, അല്ലെങ്കിൽ ഉള്ളിയിട്ടിട്ട് തൈര് സാലഡ് നന്നായിരിക്കും. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഹലോ, ഇന്ന് ഞാൻ ഒരു റൈസ് ഐറ്റം കാണിക്കാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇത് നിറയെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ പച്ച മാങ്ങയുണ്ട്. ഒരു മാംഗോ റൈസ്, കർണാടകയിലേക്ക് അതിന് ചിത്ര എന്നാന്ന് പറയും. ഓരോരുത്തരും ഓരോ വിധത്തിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. എന്താ കാരണം വെച്ചാൽ എനിക്ക് പുളിയോട് കുറച്ച് കൂടുതൽ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉണ്ടാക്കിയിരുന്ന ഭക്ഷണം കഴിക്കാമെന്ന്. ഇത് ബസ്മതി അരിയോ സാധാ പച്ചരിയോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷെ ഞാൻ ഇന്ന് കുക്ക് ചെയ്ത പൊന്നി അരി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ സ്പെഷ്യലായിട്ട് അതിനുവേണ്ടി അരി കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണെങ്കിലും ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പോവാം. ഇത് മാംഗോ ഗ്രേറ്റ് ചെയ്തത് വളരെ ചെറിയതിലിട്ടിട്ടാണ് ഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോഴായിരിക്കും നല്ലോണം ഈ മാംഗോ ചോറിലേക്ക് പിടിക്കുക കേട്ടോ. ഇത് മാംഗോ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഞാൻ ചെയ്യുന്നത് ഒരു 1.5 കപ്പ് ചോറ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കുറച്ച് വെളുത്തുള്ളി എത്ര ആഡ് ചെയ്താലും നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിലൊരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് വലുതും ചേർത്ത് വെക്കായിട്ട് ഈ വലുതിനെ മാത്രം ഒന്ന് കട്ട് ചെയ്യുക. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, ചുവന്ന മുളകും പൊട്ടിച്ചിട്ടിടുക, പച്ചമുളകാണ്. കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ നിലക്കടല, 1 ടീസ്പൂൺ കാഷ്യൂ ബ്രോക്കൺ കേട്ടോ. ഇതിട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നപ്പരിപ്പ്. ഞാൻ പച്ചമുളക് 2 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂടുതൽ എരിവുണ്ടെങ്കിൽ എനിക്ക് വലുതായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ്. ലാസ്റ്റായിട്ട് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില. ദിസ് ഇസ് ഓപ്ഷണൽ. മല്ലിയിലയുടെ ആവശ്യമില്ലാത്തവർ ഇടണ്ട. അപ്പോൾ നമുക്ക് ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പോൾ ഞാനിത് നല്ലെണ്ണ ഉപയോഗിച്ചിട്ട് സെസ്മി ഓയിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ അതിൽ ഒരു 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാൻ പോവാണ്. ആദ്യം കടുക്. പാൻ കുറച്ച് വലിയ പാനാണെന്നേ ഉള്ളൂ, പക്ഷേ എനിക്കിതിൽ ചെയ്യാനാണ് ഇഷ്ടം. നല്ലോണം നമുക്കതിനെ വിടർത്തി ചെയ്യാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്. അതിൻ്റെ കൂടെ 2 കടലപ്പരിപ്പ്. എന്തായാലും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെല്ലാം ബ്രൗൺ നിറായി വരുന്ന സമയം കൊണ്ട് ഞാൻ കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും ഞാൻ നിലക്കടല ആഡ് ചെയ്യാണ്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇടാണ്. കറിവേപ്പില ഇട്ടു. പിന്നെ നെക്സ്റ്റ് പച്ചമുളക്. അണ്ടിപ്പരിപ്പ് വേഗം ആവുന്നതായതുകൊണ്ട് ലാസ്റ്റ് ഞാൻ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. പച്ചമുളകൊന്ന് സോട്ടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടു. അണ്ടിപ്പരിപ്പിൻ്റെ ആ നല്ല ബ്രൗൺ കളറാവുന്ന ഒരു 2 മിനിറ്റ്. അതുകൊണ്ടാണ് ഇത് അവസാനം ഇടുന്നത്. എല്ലാവരും കൂടി ഇട്ട് അത് അവസാനം വല്ലാതെ കരിഞ്ഞു പോകും. ഇത് വറുത്ത ടേസ്റ്റ് മാത്രമേ വരാൻ പാടുള്ളൂ. നിലക്കടല പിന്നെ അങ്ങനെ വേഗം കരിയില്ല. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി. ഇനി ഈ വെളുത്തുള്ളി നല്ലോണം ഒരു മണം വരുന്ന വരെ നമ്മളതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പം എൻ്റെ വെളുത്തുള്ളിയൊക്കെ നന്നായി ബ്രൗൺ നിറായി വന്നിട്ടുണ്ട്. അങ്ങനെ കരിഞ്ഞു പോകുമൊന്നും വേണ്ട. ഇത് നല്ല ഫ്ലേവർ ആ ചോറിലേക്ക് പിടിക്കാം. ഇപ്പം ഞാൻ എന്താ ചെയ്യണറിയോ? ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മാങ്ങ ഗ്രേറ്റ് ചെയ്തത്. ഈ മാങ്ങ ഗ്രേറ്റ് ചെയ്ത് ഇട്ട ഉടനെ നല്ലോണം ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് ഇതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതിനെ ഞാൻ ഇപ്പം തന്നെ അങ്ങനെ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഞാനിതിലേക്ക് മഞ്ഞൾ ഒരു ലേശം ആഡ് ചെയ്യും കേട്ടോ. മഞ്ഞൾ ആഡ് ചെയ്തു. എന്നിട്ട് ഇതിനെ അങ്ങനെ ഞാൻ ഈ ചൂടിൽ ഒന്ന് അടച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് ആ മാങ്ങയ്ക്ക് ചെറിയൊരു വേവ് വരാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെയൊന്ന് അടച്ച് വയ്ക്കും. ഇപ്പം ഞാൻ ആ മൂടിയൊക്കെ തുറന്നു അടച്ച് വെച്ചത്. എന്നിട്ട് ഈ അടുപ്പിനെ ഒന്ന് ഓൺ ചെയ്തു. ഓഫ് ചെയ്ത് വെച്ചിട്ടാണല്ലോ ഞാൻ ചെയ്തത്.
ഈ സമയത്ത് ഞാൻ അപ്പോഴേ പറയാൻ വിട്ടുപോയതാണ്, അത് വേണ്ടവർക്ക് ചെയ്യാം. 1 ടീസ്പൂൺ കോക്കനട്ട് ഗ്രേറ്റ്. ഇത് വളരെ ഓപ്ഷനിലാണ്. മാങ്ങയുടെ പുളി കൂടുതലുണ്ടെങ്കിൽ ഇത് വളരെ നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ചിലവർ ഇതിലേക്ക് ശർക്കര പൊടി ചേർക്കും ലേശം ആ പുളി ബാലൻസ് ചെയ്യാൻ. ഞാൻ ചെയ്യുന്നില്ല. എപ്പോഴും ഞാൻ പറയണ മാതിരി എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ചോറ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഒരു 1.5 കപ്പാണ് അളവ് ചോറ്. അപ്പം ഞാനിങ്ങനെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടി 2 കയ്യിൽ ഇങ്ങനെ ഉപയോഗിച്ച് മിക്സ് ചെയ്യണം. ഫൈനലായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പറ്റിയത്, മറന്നുപോയത്, ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നേരത്തെ തന്നെ ഇടണം, ഞാൻ ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാനിതിലേക്ക് ലേശം ഉപ്പിട്ടിട്ട് ഞാനിതിനെ മിക്സ് ചെയ്യാൻ പോവാം. ഇത് ആ മാങ്ങയുടെ മിക്സിലേക്ക് തന്നെ ഇടുന്നതാണ് നല്ലത്. ഞാൻ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇതെന്തായാലും നന്നായി മിക്സായി വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനിതിനെ ഇങ്ങനെ 2 ഇതും വെച്ചിട്ട് ഇപ്പോൾ ഇതിൽ സിമ്മിലാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത്. ചോറ് ഒരുപാട് വെന്ത് കുഴയരുത്, അപ്പം അതിൻ്റെ ടേസ്റ്റ് പോവും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് കർണാടകയിൽ ഇതിനെ ചിത്ര അന്ന എന്നൊക്കെ പറയും. എല്ലാവരും അവർ പാക്ക് ചെയ്ത ഭക്ഷണം എടുക്കാൻ പോകുമ്പോൾ ആദ്യം കാണുന്ന ഇതാണ്. അവർ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. പക്ഷേ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. വേണ്ടവർ ഇതിൽ ശർക്കര പൊടി ചേർക്കാം. സോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഓഫ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഫൈനലായിട്ട് കുറച്ച് മല്ലിയില ഗാർണിഷ് ചെയ്യാം. ദിസ് റിയലി വെരി വെരി ടേസ്റ്റി. ഈ മാങ്ങയുള്ള സമയത്ത് എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആസ് യൂഷ്വൽ പറയുന്ന മാതിരി എൻ്റെ ചാനലൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാസ് സം കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്സ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാ മേനോൻ.